പല രീതിയിലുള്ള ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇപ്പോൾ നാസ്തികന്മാരായിട്ടുള്ള ആളുകൾ, ആസ്തികന്മാരായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട്. ഈശ്വരനുണ്ട് എന്ന് വിശ്വസിച്ച് അനുസരിച്ച് ജീവിക്കുന്ന ആളുകൾ ആസ്തികന്മാരായിട്ടുള്ള ആളുകൾ, ഈശ്വരനില്ല എന്ന് ഉറപ്പിച്ച് ജീവിക്കുന്ന ആളുകൾ നാസ്തികന്മാർ. ഇവരൊക്കെ നമ്മുടെ സമൂഹത്തിൽ ഒരുമിച്ചാണ് ജീവിക്കുന്നത്. നാസ്തികന്മാരായാലും ആസ്തികന്മാരായാലും ഒക്കെ ഒരുമിച്ചാണ് ജീവിക്കുന്നത്. അപ്പോൾ ഈ ആസ്തികന്മാരായിട്ടുള്ള ആളുകളൊക്കെ ഭാഗവതാദി പുരാണങ്ങളെയും മറ്റ് ശാസ്ത്രങ്ങളെയൊക്കെ പഠിച്ച് അതിൽ നിന്നും ഉൾക്കൊള്ളുന്നതിൻ്റെ ആശയത്തിനനുസരിച്ച് ജീവിക്കാനായിട്ട് ശ്രമിക്കുന്നു. എന്നാൽ നാസ്തികന്മാരോ, അവർക്ക് ഈശ്വര താല്പര്യമൊന്നുമില്ലെങ്കിൽ കൂടി നാസ്തികന്മാരായിട്ടുള്ള ആളുകളും ചിലപ്പോൾ ശ്രീമദ് ഭാഗവതത്തെയൊക്കെ സ്വീകരിക്കണത് കാണാം. ഏത് തരത്തിലുള്ള ആളുകളും ശ്രീമദ് ഭാഗവതത്തെ സ്വീകരിക്കും. കാരണം ഭാഗവതം ഒരു ഭക്തി ശാസ്ത്രമാണ്, ജ്ഞാനശാസ്ത്രമാണ്. അതിലുപരി ഭാഗവതം ഒരു കാവ്യം കൂടിയാണ്, മനോഹരമായിട്ടുള്ളൊരു കാവ്യം, ഒരു മഹാകാവ്യം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഒരു മഹാകാവ്യം ആവണമെങ്കിൽ അതിൽ പല ഘടകങ്ങൾ ചേരണം. അതിൽ പ്രധാനമായിട്ടുള്ള ഒന്നാണെന്ത്? മനോഹരങ്ങളായിട്ടുള്ള വൃത്തങ്ങൾ, അതേപോലെ മനോഹരങ്ങളായിട്ടുള്ള അലങ്കാരങ്ങൾ ഒക്കെ കൂട്ടിച്ചേർത്തതാവണം. ശ്രീമദ് ഭാഗവതമൊക്കെ ചേർന്നിട്ടുള്ളതാണ്. മനോഹരങ്ങളായിട്ടുള്ള വൃത്തങ്ങളൊക്കെ കാണാം ശ്രീമദ് ഭാഗവതത്തിൽ. വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ പ്രധാനമായിട്ടും 8 അക്ഷരങ്ങളോടുകൂടിയ ഒരു വരിയിൽ, ഒരു പാദത്തിൽ 8 അക്ഷരങ്ങളായിട്ടുള്ള ഒരു ശ്ലോകത്തിൽ 32 അക്ഷരങ്ങളടങ്ങിയ ശ്ലോകങ്ങളാണ് കൂടുതലായിട്ടും കാണുക. അതിന് അനുഷ്ടുപ്പ് വൃത്തത്തിലുള്ള ശ്ലോകങ്ങൾ. സാധാരണ ശ്ലോകങ്ങളൊക്കെ അങ്ങനെയാണ് അല്ലേ? ഒരു ശ്ലോകത്തിൽ 32 അക്ഷരങ്ങളായിരിക്കും ഉണ്ടാവുക. ഇപ്പോൾ കൃഷ്ണായ വാസുദേവായ എത്ര അക്ഷരമായി? ഒരു വരിയായിപ്പോൾ. ഒരു ശ്ലോകത്തിന് 4 പാദങ്ങളാണ്, പൂർവാർദ്ധമെന്നും ഉത്തരാർദ്ധമെന്നും. പൂർവാർദ്ധത്തിൽ 2 വരികൾ, ഉത്തരാർദ്ധത്തിലും 2 വരികൾ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഇതിലെത്ര അക്ഷരങ്ങളുണ്ട്? 32 അക്ഷരങ്ങളാണ്. ഓരോ വരിയിലും 8 അക്ഷരങ്ങൾ വീതം. അപ്പോൾ അത് അനുഷ്ടുപ്പ് വൃത്തമാണ്. അങ്ങനെയുള്ള ശ്ലോകങ്ങളാണ് കൂടുതലായിട്ട് കാണുക. അപ്പോൾ നമ്മൾ പാരായണം ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അതിൽ പ്രശ്ലേഷം എന്നൊരു ചിഹ്നമൊക്കെ കാണാം അല്ലേ? ഭാഗവതം വായിക്കുമ്പോൾ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു എഫ്, 2 എഫ് എന്നൊക്കെ പറയും. എഫ് എന്നൊന്നും പറയരുത്, അതിന് പ്രശ്ലേഷം എന്നാണ് പറയുക. അതിനർത്ഥം എന്താ? അവിടെ ആ എന്ന് ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ആ പദത്തിൻ്റെ ആദ്യം ആ എന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയണതാണ്. എന്ന് വിചാരിച്ചിട്ട് അത് വായിക്കുന്ന സമയത്ത് അത് കൂട്ടി വായിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ എന്ന് കൂട്ടി ചേർത്ത് വായിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ വായിച്ചാൽ എന്താ കുഴപ്പം? അക്ഷരം കൂടും, അതന്നെ. അപ്പം അതിനൊക്കെ പല വിദ്യകളുണ്ട് പാരായണം ചെയ്യണ സമയത്ത്. അതേപോലെ 42 അക്ഷരങ്ങളോടും ഇങ്ങനെ പല രീതിയിലുള്ള വൃത്തങ്ങളോട് കൂടിയ ശ്ലോകങ്ങളൊക്കെ ശ്രീമദ് ഭാഗവതത്തിൽ കാണാം. അതേപോലെ തന്നെയാണ് അലങ്കാരം അല്ലേ? പല രീതിയിലുള്ള അലങ്കാരങ്ങൾ ഒക്കെ ഈ ഭാഗവതത്തിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. പ്രധാനമായിട്ടുള്ള ഒന്നാണ് അലങ്കാരത്തിൽ. ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു അലങ്കാരമാണെന്ത്? ഉപമ എന്നുള്ള അലങ്കാരം. ഉപമ അലങ്കാരം കേട്ടിട്ടില്ലേ? എന്താണ് അതിൻ്റെ ലക്ഷണം? എന്താ? മുഖം ചന്ദ്രമിവ എന്നൊക്കെ പറയാറുണ്ട്. മുഖം ചന്ദ്രനെ പോലെ മനോഹരമായിട്ടൊരു അലങ്കാരം. എൻ്റെ സൗന്ദര്യത്തെ വർണ്ണിക്കുകയാണ് അല്ലേ? ചന്ദ്രനെ പോലെ എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്ന അല്ലേ ഈ വട്ടത്തിലുള്ള ഒരു മുഖം, അങ്ങനെയാണോ ഉദ്ദേശിക്കുന്നത്? അതുപോലെ എന്നാണോ? അല്ല, ചന്ദ്രൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സൗന്ദര്യത്തിൻ്റെ ലക്ഷണമാണ്. അപ്പോൾ ചന്ദ്രനെ കാണുമ്പോൾ നമുക്കൊരു ആ സൗന്ദര്യത്തെ ആസ്വദിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇയാളെ കാണുമ്പോൾ എങ്ങനെയുണ്ട്? ആ ചന്ദ്രനെ പോലെ എന്ന് പറഞ്ഞാൽ അത്ര കണ്ട് സൗന്ദര്യമുള്ള ആളാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഉപയോഗിക്കുക. ഒന്ന് ഇതുപോലെ എന്ന് പറയാൻ വേണ്ടിയിട്ട്.
എത്രയാണ് ശ്രീമദ് ഭാഗവതത്തിലെ ഉപമാലങ്കാരങ്ങൾ എന്ന് ചോദിച്ചാൽ എണ്ണിച്ചിട്ടപ്പെടുത്താൻ സാധിക്കും, പക്ഷെ എളുപ്പമല്ല. അനവധിയാണ്. ഒരു അധ്യായത്തിൽ തന്നെ ഓരോ ശ്ലോകത്തിലും ഉപമാലങ്കാരത്തേക്ക് കൂട്ടിച്ചേർത്തിട്ടുണ്ട്. എല്ലാ ശ്ലോകത്തിലും ഉപമാലങ്കാരം. ദശമസ്കന്ധത്തിലൊക്കെ 20ാമത്തെ അധ്യായം എടുത്തു കഴിഞ്ഞാൽ 49 ശ്ലോകങ്ങളുള്ള ആ അധ്യായത്തിൽ ഓരോ ശ്ലോകത്തിലും ഉപമാലങ്കാരമാണ്. അപ്പോൾ പല പല രീതിയിലുള്ള അലങ്കാരങ്ങൾ ഒക്കെ കൂട്ടിച്ചേർത്തതാണ് എന്നർത്ഥം ഈ ശ്രീമദ് ഭാഗവതം. അപ്പോൾ അങ്ങനെ ഒരു കാവ്യാസ്വാദകന്മാരായിട്ടുള്ള ആളുകളുണ്ട്. അവരിപ്പോൾ ഒരു ശ്രീകൃഷ്ണ ഭഗവാനെന്നോ ഈശ്വരനെന്നോ എന്നുള്ള ചിന്തയോട് കൂടിയിട്ടൊന്നുമല്ല ആ ശ്രീമദ് ഭാഗവതത്തെ സ്വീകരിച്ചത്. അവർക്കെന്താ, ഒരു കാവ്യാസ്വാദനം പോലെ ആണ് അവർക്ക്. അപ്പോൾ ഏത് തരത്തിലുള്ള ആളുകൾക്കും എന്തിനെ ആസ്വദിക്കാം? ശ്രീമദ് ഭാഗവതത്തെ ആസ്വദിക്കാനായിട്ട് സാധിക്കും എന്ന് പറയാണ്. അങ്ങനെയാണ് ശ്രീമദ് ഭാഗവതം നമ്മൾ കേട്ട് വരണത്. ധ്രുവകുമാരൻ്റെ ചരിത്രത്തെക്കുറിച്ചൊക്കെ ഈ ചതുർത്ഥ സ്കന്ധത്തിൽ നമ്മൾ കേട്ടു ഇന്നലെ. പ്രധാനമായിട്ടും വിസർഗം എന്ന ലക്ഷണത്തോടു കൂടിയ ചതുർത്ഥ സ്കന്ധം. അതിലാദ്യം ധർമ്മത്തിൻ്റെ മൂർത്തിമദ്ഭാവമായിട്ടുള്ള നരനാരായണന്മാരെക്കുറിച്ച് വർണ്ണിച്ചു വച്ചു.